ഏറെ നാളത്തെ കാത്തിരിപ്പിനും പരാതി പരിഭവം പറച്ചിലിനും ഒടുവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്നെ കാണാൻ വിളിച്ചതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. കുറേ പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്യുകയും നടക്കാതെ പോവുകയും ചെയ്തിട്ടുള്ള ഒരു യാത്ര. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണണം, പാൽപ്പായസം കുടിക്കണം, ആ വിശേഷങ്ങളൊക്കെ എല്ലാവരായിട്ടൊന്ന് പങ്കുവയ്ക്കണം. അങ്ങനെ ഒരു ആഗ്രഹം കുറേ ദിവസമായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നടന്നില്ല. പല പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആകസ്മികമായി കിട്ടിയൊരു അവധി ദിവസം ഞാൻ തീരുമാനിച്ചു അമ്പലപ്പുഴയ്ക്ക് പോയി കളയാമെന്ന്. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല. ടിക്കറ്റോ റിസർവേഷനോ റൂം ബുക്കിങ്ങോ ഒന്നും തന്നെ ഇല്ലാതെ ഞാൻ ചാടി പുറപ്പെട്ടു. രാവിലെ എണീച്ച് ഷൊർണൂർ ട്രെയിനിൽ കയറി. ആലപ്പുഴയ്ക്കുള്ള ട്രെയിനാണ് കയറിയത്. ആലപ്പുഴയ്ക്കുള്ള ട്രെയിൻ കയറി ആലപ്പുഴയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ടെന്ന് എനിക്കറിയാം അമ്പലപ്പുഴയ്ക്ക്. അങ്ങനെ അമ്പലപ്പുഴയ്ക്കുള്ള ബസ് കയറി അവിടെ ചെന്ന് എനിക്ക് സൗകര്യം തോന്നിയിട്ടുള്ളൊരു സ്ഥലത്ത് സ്റ്റേ ഒക്കെ റെഡിയാക്കി കുളിച്ച് വസ്ത്രം മാറി ഞാൻ തൊഴുകാനിറങ്ങി. അങ്ങനെ ഏറെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ തൊഴുകാൻ പോകുന്നത് കേട്ടോ. കാരണം കാലങ്ങളായിട്ട് കേൾക്കുകയാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ, അമ്പലപ്പുഴ പാൽപ്പായസം, തൃക്കൈ വെണ്ണ, ത്രിമധുരം, അങ്ങനെയുള്ള പഞ്ചാര വിളി, വാസുദേവ എന്നുള്ള വിളി, ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ടുള്ള കാത്തിരിപ്പാണ്. പക്ഷെ എന്തുകൊണ്ടും നടക്കുന്നില്ല. പക്ഷേ ഇന്നത് നടന്നു, നടയിൽ എത്തിച്ചേർന്നു. ഇനി ഒന്ന് തൊഴുകണം, തൊഴുതാനാണ് എനിക്ക് സമാധാനമാവുള്ളൂ, ആശ്വാസമാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അമ്പലത്തിൽ ഈ നടയിലൂടെ നടക്കുക കേട്ടോ, എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട്. എവിടെ ചെന്നപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു സ്ഥലത്ത് എത്തിയൊരു അനുഭവം തോന്നിയില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുകാൻ ഗുരുവായൂർ ചെന്ന് കഴിയുമ്പോൾ ആ നടയിലൂടെ നടക്കുമ്പോഴുള്ള അതേപോലത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അവിടെയുള്ള. ഇത് നോക്കൂ, ഞാൻ തൊഴുതിന് ശേഷം എടുത്ത ഫോട്ടോ ഒക്കെ ആണേ. ഇത് എവിടെയുണ്ട് കേട്ടോ ഒരു ഗുരുവായൂർ നട. ഗുരുവായൂർ നട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാൻ വരുന്നവർക്ക് ഗുരുവായൂരപ്പനെ കൂടി തൊഴുകാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ മിഴാവ്. ഈ മിഴാവിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വെറും മിഴാവല്ല, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിട്ടുള്ള മിഴാവാണ്. ഞാൻ എല്ലാവരും അവിടെ ചെന്നിരിക്കുന്നതാണ്. നമുക്കൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനും ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. മിഴാവ് അങ്ങനെ അവിടെ ഇരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അത്താഴ ശിവേലിയുടെ സമയമായി. അപ്പോൾ ഞാൻ അത്താഴ ശിവേലിയും കണ്ടു. ഭഗവാനെ കോലം എഴുന്നള്ളിക്കുകയാണ്. അത്താഴ പൂജയ്ക്കുള്ള സമയത്ത് കോലം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് പിന്നീട് അതിന് ശേഷമാണ് നട അടയ്ക്കുക. നട അടയ്ക്കുന്ന സമയത്ത് പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇനി പാൽപ്പായസത്തിൻ്റെ വിശേഷങ്ങൾ കൂടി പറയാം കേട്ടോ. പാൽപ്പായസമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങോട്ട് ചെല്ലാനുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കും തന്നെ പാൽപ്പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാൽപ്പായസമൊക്കെ കുടിച്ചു ഞാൻ കേട്ടോ തലേദിവസം തന്നെ. ഇതേ കാണുന്ന കണ്ടോ, ഇതാണ് മണിക്കിണർ. ഈ മണിക്കിണറിലെ വെള്ളമാണ് പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് പാലിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നത്. പിന്നെ നോക്കുന്നുണ്ടോ ഈ പൂച്ച, ഇവിടെ 12 വർഷമായിട്ടുള്ള പൂച്ചയാണ് അത്ര കേട്ടോ. ഞാൻ എവിടെ ചെന്നാലും ഉണ്ടാവും ഒരു പൂച്ചക്കുട്ടന്മാർ. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഇതേപോലെ കുളിച്ച് തൊഴുകാൻ വേണ്ടിയിട്ട് വരികയാണേ. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്പലങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുല്ലപ്പൊക്കെ വെച്ച് ഭംഗിയുണ്ടോ എന്ന് ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടയിലൂടെ നടക്കുകയാണേ. അങ്ങനെ ഞാൻ നടയിൽ ചെന്ന് തൊഴുതിന് ശേഷം ഞാൻ അതിന് ചുറ്റുമുള്ള വിശേഷങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി. എല്ലാവരും ചോദിക്കും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്നാലും കുറേ ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെയല്ല, ഞാൻ അമ്പലത്തിൽ വിശദമായി തൊഴുത് മനസ്സിന് സമാധാനം, ആ സംതൃപ്തിയൊക്കെ കിട്ടിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കുന്നുണ്ടോ, ആൽമാവ് എന്നാണ് എല്ലാവരും അതിനെ വിളിക്കണേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബോർഡുണ്ട്. ആൽമാവ് എന്ന് പറയുമ്പോൾ ആലും മാവും കൂടെ കൂടിച്ചേർന്ന ഒരു വലിയ വൃക്ഷമാണേ. നല്ല പച്ചപ്പും തണലും ഒക്കെയുള്ള ആൽമാവ്. അതിന് ചുറ്റും നടന്ന് എല്ലാവരും വലം വയ്ക്കുന്നുണ്ട്. പിന്നെ അത് നോക്കൂ, ഇതാണ് അവിടുത്തെ ക്ഷേത്രക്കുളം. വിശാലമായ ക്ഷേത്രക്കുളമാണ്, നല്ല ഭംഗിയുള്ള ക്ഷേത്രക്കുളമാണ് കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം രാത്രി നിങ്ങൾക്ക് ഗുരുവായൂർ നട കാണിച്ചു തന്നില്ലേ, അതാണ് ഞാൻ പകൽവെട്ടത്തിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ തൊഴുതിട്ട് അതിന് ശേഷം എല്ലാവരും അവിടെ കൂടെ പോയി തൊഴുകുന്നുണ്ട്. അവിടെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് അതിൻ്റെ സൈഡിൽ കണ്ട ക്യൂ കണ്ടോ, അത് നമ്മുടെ പാൽപ്പായസത്തിൻ്റെ ക്യൂ ആണേ. പാൽപ്പായസത്തിൻ്റെ ക്യൂ രാവിലെ 10 മണിക്ക് കൊടുത്തു തുടങ്ങും. എന്ന് വെച്ചാൽ പാൽപ്പായസമല്ല, അതിനുള്ള ടോക്കൺ കൊടുത്തു തുടങ്ങും. നമ്മൾ ആ ക്യൂവിൽ കയറി നിന്ന് 200 ആൾക്കാണ് നോർമൽ ഡേയ്സിൽ കിട്ടുന്നത്. അപ്പോൾ 200 ആൾക്കാരുടെ ടോക്കൺ കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ക്യൂ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള ക്യൂ ആണ്. അതിൽ ക്യൂ നിന്ന് ടോക്കൺ വാങ്ങി നമ്മൾ വെയിറ്റ് ചെയ്താൽ നമുക്ക് 1 മണിക്ക് പൂജ കഴിഞ്ഞതിന് ശേഷം പാൽപ്പായസം കിട്ടും. ചില സമയത്ത് ആ സമയം നീണ്ടുപോകാനും ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് വെണ്ണയൊക്കെ വാങ്ങിക്കാനുള്ള ക്യൂ ആണ് ഭഗവാനെ അർപ്പിച്ചതിന് ശേഷമുള്ളത്. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ഭാഗത്തെയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. വെറുതെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തലേ ദിവസം നിങ്ങൾക്കൊരു മണിക്കിണർ കാണിച്ചു തന്നില്ലേ, ആ മണിക്കിണർ കൂടി ഞാൻ പകൽ വെളിച്ചത്തിൽ വീഡിയോ എടുത്തു കേട്ടോ.
ഈ മണിക്കിണറിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ വെള്ളം പാലും സമാസമം ചേർത്ത് കുറുക്കി ആ വെള്ളം മുഴുവൻ വറ്റിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അമ്പലപ്പുഴ പാൽപ്പായസം, ഇത്രയും മധുരമൂറുന്ന പാൽപ്പായസം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ സൂക്ഷിച്ചു. അതിനുശേഷം ഈ നടയിലൂടെയൊക്കെ നടന്നു, കുറേ നേരം നടന്നു, വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, എല്ലാവരോടും വിശേഷം പങ്കുവയ്ക്കാം, എൻ്റെ ആഹ്ലാദം പങ്കിടാം. എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് അല്ലല്ലോ പാൽപ്പായസം കുടിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിച്ച് കൊതി പിടിപ്പിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വെണ്ണ കിട്ടുന്ന കൗണ്ടർ. ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്നാലും എനിക്ക് നിർബന്ധമാണ് കേട്ടോ. എനിക്കെന്നല്ല, എല്ലാവർക്കും നിർബന്ധമാണല്ലോ തൃക്കൈ വെണ്ണ എന്നുള്ള വഴിപാട്. തൃക്കൈ വെണ്ണയും ത്രിമധുരവും ഭഗവാന് പഴവും പഞ്ചസാരയും പാൽപ്പായസവും ഒക്കെ ഭഗവാനിങ്ങനെ അർപ്പിച്ച് സന്തോഷമായിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോരല്ലേ പതിവ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ തൃക്കൈ വെണ്ണയുടെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുക. എന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട്, അവിടെ പോയിട്ട് അതിൽ റെസീറ്റ് ആക്കുകയും വേണം. എന്നാലാണ് നമ്മൾ ഉള്ളിൽ ഇത് അർപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പ്രസാദം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അർപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ റെസീറ്റ് പുറത്തെ കൗണ്ടറിൽ കൊണ്ടുപോയി കാണിച്ചാൽ മാത്രമാണ് അതിൻ്റെ പ്രസാദം നമുക്ക് കൊണ്ടുപോകാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് റെസീറ്റ് കൂടി ആക്കണം. 2 കൗണ്ടറിലായിട്ടാണ് അത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ പായസത്തിന് ഞാൻ ടൈം പറഞ്ഞല്ലോ, ആദ്യത്തെ 200 പേർക്ക് രാവിലെ 10 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ആ ക്യൂ. അത് വാങ്ങിക്കുക, 1 മണിക്കാണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇത് കണ്ടോ, ഈ കുളമൊക്കെ ഒന്ന് വിശദമായിട്ട് പകർത്താൻ തീരുമാനിച്ചു. എന്താ വെച്ചാൽ എൻ്റെ തൊഴുകലൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൊഴുതതിന് ശേഷം ആണ് ഞാൻ പിന്നീട് വീണ്ടും പുറത്തിറങ്ങിയിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നിറയെ മീനാണ്. അപ്പോൾ ഈ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ കുളത്തിനൊരു കുളപ്പരയാണ് നല്ല ഭംഗിയുള്ളത്. അവിടെ ചെന്നിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും നമുക്ക് ഇരിക്കാനും സ്വസ്ഥമായിട്ട് വെയിലൊന്നും കൊള്ളാതിരിക്കാനൊക്കെ പറ്റും. 2-3 ഭാഗത്തൂടെ നമുക്ക് ഈ കുളത്തിലേക്ക് ഇറങ്ങാനും പറ്റും. ഞാൻ പറ്റുന്ന ഭാഗത്തൂടെ ഒക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ടടിച്ച് കളിക്കൊക്കെ ചെയ്തേ. വേറെ ആരുമില്ലല്ലോ, നമ്മളെ പരിചയമുള്ള ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കണ്ടിട്ട് കളിയാക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് ധൈര്യത്തിൽ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഈ കുളം ഭംഗിയിൽ ഒന്ന് പകർത്തണം. അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുത്തു തരണം എന്ന് അറിയില്ല. അപ്പോഴാണ് ഈ മോനെ കണ്ട, ഇവനെ ഞാൻ പരിചയപ്പെട്ടെ. ഒരു തമിഴ് മോനാണ്, തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ ഫോട്ടോ എടുത്തവരെ വെച്ചപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്നാലും അവൻ പറ്റുന്ന പോലെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് എനിക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ പറ്റിയില്ല, എന്നാലും സാരമില്ല, അവൻ നല്ല ഫോട്ടോ എടുത്തിരുന്നു. അതിന് ശേഷം കണ്ടോ ഈ വെണ്ണ നേദിച്ചത് ഞാൻ പോയി വാങ്ങിയിട്ട് റെസീറ്റ് കൗണ്ടറിൽ നിന്ന് വാങ്ങിയിട്ട് ഞാനൊരു സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ചെന്നിരുന്നു ആ വെണ്ണയൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചു. പ്രത്യേക ടേസ്റ്റാണ് ഈ പഴവും വെണ്ണയും കൂടെ ചേർത്തിങ്ങനെ കഴിക്കുന്നത്. ഒപ്പം ത്രിമധുരമുണ്ട്. അപ്പോൾ ത്രിമധുരമൊക്കെ കഴിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. അതിനിടെ കൂടെ മഴയുണ്ടായി. ആ മഴയുടെ ഈ കൊള്ളൽ കാരണം എനിക്ക് കുറച്ച് ജലദോഷം പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ നീണ്ടുപോയത് ഇടാനായിട്ട്. അപ്പോൾ നോക്കൂ, ഇതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസം നേദിക്കാൻ കൊണ്ടുപോകുന്ന ചടങ്ങ്. അവിടെ വെള്ളമൊക്കെ തെളിച്ച് ശുദ്ധാക്കിയിട്ട് ശംഖനാദത്തോടു കൂടിയിട്ട് ഭഗവാനെ നേദിക്കാനുള്ള പാൽപ്പായസം ഏകദേശം ഒരു 12 കൂടിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഒരു 4-5 പ്രാവശ്യം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും അളവിലായിരിക്കണം അവിടെ ഉണ്ടാക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ കുറച്ചുകൂടെ കൂടുതൽ അളവ് ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നേദിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഒരു പ്രത്യേക മറ്റൊരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. ഒരു 11 മണി നേരത്തെ ഒരു പഞ്ചാര വിളിയുണ്ട്. വാസുദേവാ എന്നുള്ളൊരു നീട്ടി വിളി. ആ വാസുദേവാ എന്നുള്ള വിളിക്ക് ശേഷമാണ് ആ പാൽപ്പായസത്തിൽ പഞ്ചസാര ചേർക്കുന്നത്. അതിനുശേഷം ഉണ്ടാക്കി ഒരു 12 കൂടിയിട്ടാണ് പുറത്തേക്ക് നേദിക്കാനായി കൊണ്ടുവരുന്നത്. ആ നേദിക്കുന്ന കൊണ്ടുപോകുന്ന ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഉള്ളിൽ കൊണ്ടുപോയി നേദിച്ച് 1 മണിയോട് കൂടിയിട്ട് ടോക്കൺ എടുത്ത ആൾക്കാർക്ക് ആ പാൽപ്പായസം കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 200 പേർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിൽ കുറച്ച് അളവ് കൂടുതലുണ്ടാവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ പാൽപ്പായസം വളരെ പ്രശസ്തമാണ്, നമുക്കറിയാലോ. അപ്പോൾ അതിൻ്റെ ഈ ചടങ്ങുകളൊക്കെ കണ്ടു. അതുകൂടാതെ തന്നെ മറ്റൊരു വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ, ഈ നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴയിലേക്ക് ഉണ്ണിക്കണ്ണൻ പാൽപ്പായസം കുടിക്കാൻ വരും അത്രേ. അപ്പോൾ അതൊക്കെ ആ ഒരു ചിന്തയൊക്കെ ഉള്ളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത സന്തോഷം തോന്നി കേട്ടോ. ഗുരുവായൂരപ്പനെയും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെയും ഒക്കെ ഒരേ സമയത്ത് തൊഴുതൊരു ഫീല്. അങ്ങനെ
ട്രെയിനിൽ തിരിച്ചു പോകാനുള്ള സമയമായി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ തലേദിവസം തന്നെ പാൽപ്പായസം കുടിച്ചുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാൻ പാൽപ്പായസം ഒന്നും വാങ്ങിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് 1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എനിക്ക് ആലപ്പുഴയിൽ നിന്നായിരുന്നു ട്രെയിൻ. ബുക്കിംഗ് ഇല്ല, റിസർവേഷൻ ഇല്ല, ജനറലിനൊക്കെ കയറാനായിരുന്നു എൻ്റെ പ്ലാൻ. ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. കണ്ട കാഴ്ചകളൊക്കെ പെട്ടെന്ന് പോലെയൊക്കെ പകർത്തി എല്ലാവർക്കും യൂട്യൂബിലൂടെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ പോന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിനിടയിൽ നല്ല മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. വെയിലും മഴയും കൂടെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടതുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസം എത്തിയപ്പോഴേക്ക് തന്നെ മഴ കൊണ്ടതിൻ്റെ ആ ഒരു പനിയൊക്കെ പിടിച്ച് ശബ്ദമൊക്കെ കംപ്ലീറ്റ് പോയി. 3-4 ദിവസം എനിക്ക് തീരെ പറ്റാത്തൊരു ആരോഗ്യസ്ഥിതിയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇത്തിരി വൈകിയത് കേട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ.